ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ യാത്ര തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഹാജിപ്പൂർ മേള കാണാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ പട്നയിലാണ് ഉള്ളത്. പട്നയിൽ നിന്ന് ഹാജിപ്പൂർ 23 കിലോമീറ്റേഴ്സ്. ഓക്കെ, वो तो ट्रेन वाला है ना, ट्रेन वाला ऊपर वाला रोड है. अरे हम लोग उस तरफ जाना है ना, इसको ऊपर से आएगा यार, ये दूर से आएगा, ये दूर के ऊपर चढ़ाएगा. गंगा रिवर आ गया है. वाह वाह वाह, नाव जा रही है. यह पटना बदल गया है. ഈ ബ്രിഡ്ജിൻ്റെ ചോട്ടിൽ കൂടെ ട്രെയിനാണ് പോകുന്നത്. ദിസ് ഇസ് സെക്കൻഡ് ബ്രിഡ്ജ്. ആ സൈഡിൽ ദാറ്റ് സൈഡ് പഴയ ബ്രിഡ്ജ് ഉള്ളത്. ഇത് 1.25 കിലോമീറ്റർ വന്നതുണ്ട്. 1.25 2 കിലോമീറ്റർ വന്നത്. ഗംഗ ഈ സൈഡിൽ ഗംഗ, ഈ സൈഡിൽ ഗംഗ. എന്ത് രസമാണ്. तेरा गलत किया ये, इसको 4 पैक करना चाहिए, है ना. ആ പറയാൻ മറന്നുപോയി, എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. പുള്ളി ഡിസൈനറാണ്, നല്ല പയ്യനാണ്. We will explore Bihar and Jharkhand first, then we will decide. We'll go to Nepal, Bhutan. Let's see. Very soon we will be exploring northeast. ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, DB Tech ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോകുന്നത് ഹാജിപ്പൂരിലേക്കാണ്. ഹാജിപ്പൂർ ഇവിടുന്ന് ഒരു 20-22 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഹാജിപ്പൂർ മേള കാണാൻ പോവുകയാണ്. മേള 10 ദിവസം 15 ദിവസം ഉണ്ടാവും. ഇറ്റ്സ് എ ഹിസ്റ്റോറിക് മേള. ഇവിടെ പണ്ട് കാലങ്ങളിൽ പശുക്കളും കുതിര, അങ്ങനെയുള്ള ആന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കാനും അങ്ങനെയുള്ള ഇതായിരുന്നു. അങ്ങനെയുള്ള മേളയായിരുന്നു, പശുമേളയായിരുന്നു ബേസിക്കലി. അതിങ്ങനെ മാറി മാറി പല രൂപങ്ങളിലായി പല വർഷങ്ങളായി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. കുറേ തിയേറ്റർ ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, ഡിസ്കോ ഡാൻസ്, ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ്. ഇത്
മിക്കവാറും നടക്കാറുള്ളത് ഡിസംബർ മാസത്തിലാണ്, ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബറിലാണ്. പിന്നെ ഇവിടുന്ന് ആനയെല്ലാം വാങ്ങിച്ചിട്ട് കേരളത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, ഒരുപാടൊന്നുമില്ല. പക്ഷേ കുതിരകളും എല്ലാമുള്ള സാധനങ്ങളും കാണാൻ പറ്റും. ഗംഗയാണ് എല്ലാ സൈഡിലും. അത് ക്രോസ് ചെയ്തിട്ട് പോയാൽ ആജിപ്പൂരാവുള്ളൂ. ആജിപ്പൂർ നമ്മുടെ റെയിൽവേയുടെ ഒരു ഡിവിഷൻ കൂടിയാണ്, ഈസ്റ്റ് സെൻട്രൽ ഡിവിഷൻ. खत्म ही नहीं हो रहा यार ब्रिज ये फर्स्ट टाइम मैं बाइक से आ रहा हूँ इस ब्रिज से. ഈ ബ്രിഡ്ജ് റെയിൽവേയും നാഷണൽ ഹൈവേയും കൂടി ഉണ്ടാക്കിയ ബ്രിഡ്ജാണ്. പ്ലസ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒരുപാട് ഫാമുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ട കൊയ്യാക്ക, ഓരോ കൊയ്യത്തിൻ്റെ വലിപ്പം നോക്കിയ क्या यार हाइब्रिड है क्या? हैं हाइब्रिड है ना, हाइब्रिड है ना. जहाँ देखो वही है. ഇവിടുന്ന് ആ തല എല്ലാവരും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഓൺലി കൊയ്യാക്ക, വേറെ ഒന്നുമില്ല. ഈ സാധനം എന്താ സാധനം? പേരക്ക എല്ലാം കൃഷിസ്ഥലങ്ങളാണ്. अब देखो क्या हुआ, माय गॉड. हाजीपुर स्टार्ट हो गया ना. ആ ബ്രിഡ്ജ് കഴിഞ്ഞത് നമുക്ക് ഹാജിപ്പൂർ സ്റ്റാർട്ടായി. ഹാജിപ്പൂർ ഡിസ്ട്രിക്ട്. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഹെഡ് ക്വാർട്ടേഴ്സ്. ഞാനിവിടെ 20 വർഷമായിട്ട് സെറ്റിലാണ്. നാടും വീടുമായിട്ട് ചെറിയ ചെറിയ ടച്ചുകളൊക്കെ ഉണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യം പോകും. നാട്ടിലേക്ക് പാലക്കാട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി BB Tech ട്രാവൽ വ്ലോഗിലേക്ക് സ്വാഗതം. ആ കാണുന്നത് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ എല്ലാം ഉണ്ട്. കോളിഫ്ലവർ ഉണ്ട്, കപ്പയ്ക്ക, എല്ലാം കൃഷി കേട്ടോ, നല്ല കൃഷിയാണ്. എല്ലാം പച്ചക്കറിയാണ്. ഉള്ളി, ഉരുളക്കിഴങ്ങ്. ഇപ്പോൾ സീസൺ കോളിഫ്ലവർ, പിന്നെ कैबेज. हमको जाना है हाजीपुर. ये हाजीपुर उस साइड है. ये देखो बैगन उगन होगा सर. अच्छा बैंगन भी है. ओ ये हाजीपुर में बैंगन बहुत होगा. साग भी होगा ना, ये साग है ना इधर ग्रीन दिख रहा है. पत्ता गोभी है सर. वो वाला पता होगा.
ये पालक वाला साग। ये पालक है ना? हाँ वो पालक पत्ता वो सरसों के पीला पीला है ना सर। हाँ, हाँ, हाँ। वो सरसों का। എല്ലാം കൃഷിയാണ്, ഒരുപാട് കൃഷിയുണ്ട് ഇവിടെ. ഇപ്പോൾ പച്ചക്കറിയുടെ സീസണായ ഇപ്പോൾ പച്ചക്കറി ആക്കി. പച്ചക്കറി കഴിഞ്ഞ് നല്ല ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചക്കറി കഴിഞ്ഞാൽ പിന്നെ गेहूँ ആയിരിക്കും അല്ലേ? गेहूँ है ना इसके बाद? गेहूँ डालेगा. गेहूँ मतलब ഗോതമ്പായിരിക്കും. അങ്ങനെ ഒരുപാട് പനിയുണ്ട് ഇപ്പോൾ ഇവിടെ. അതിപ്പോൾ എല്ലാ പരിപാടിയൊക്കെ നിർത്തി. ഇപ്പോൾ കള്ളൊന്നും ഇറങ്ങാറില്ല ഇവിടെ, എല്ലാം ബാനായതുകൊണ്ട്. കള്ളും ബാനാക്കി ധീരെ ധീരെ. ഈ വണ്ടിയുടെ പേരാണ് ഇത് ജുഗാഡ് എന്ന് പറയുന്നത്. इसका नाम क्या बोलते हैं? जुगाड़ बोलते हैं ना. ये है जुगाड़. अब तो लग रहा है प्याज लग रहा है हमको, है साइड पे. प्याज का भी सीजन है सर। है ना? हाँ ये प्याज है ना? प्याज का सीजन है। हाँ, प्याज का सीजन है अभी. हाँ, ये छोटा छोटा जो दिख रहा है प्याज है. अच्छे तैयार होता है। और बीच में तो वो ये है गेहूँ है. बीच में ये है साग साग पालक പാലക് പാലക്. ആ പിന്നെ ഒരു കാര്യം കൂടി, ഹാജിപ്പൂരിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഒരു ഫേമസ് ആയത് മാങ്ങയാണ്. ഹാജിപ്പൂരിൽ ഒരുപാട് മാങ്ങാത്തോട്ടങ്ങൾ, എല്ലാം മാങ്ങാത്തോട്ടങ്ങൾ. ഈ സൈഡിൽ രണ്ട് സൈഡിൽ റോഡിൻ്റെ രണ്ട് സൈഡിൽ കാണുന്നത് മാവിൻ തോട്ടങ്ങൾ. ഒരുപാട് മാങ്ങ ഉണ്ടാവും, നല്ല ടേസ്റ്റി ആയിരിക്കും. എന്ത് മധുരമായിരിക്കും. നമ്മളവിടെ നൂലുണ്ടാവും, ഇവിടെ ആ നൂലുണ്ടാവില്ല മാങ്ങയ്ക്ക്. അതാണ് പ്രത്യേകത. ഏതോ അല്ല കല്യാണ മണ്ഡപമാണിത്. കല്യാണ മണ്ഡപം എന്ത് രസമല്ലേ. ഗാർഡൻ ഷാദിയ മുള ഒരുപാടുണ്ട് ഇവിടെ ബീഹാറിൽ. മാവിൻ തോട്ടങ്ങളാണ്, മാവിൻ തോട്ടങ്ങൾ. സീസൺ ആകുമ്പോൾ മാങ്ങയുടെ വില കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി, മലയാളികൾ ഞെട്ടിപ്പോയി. എന്തായാലും നമ്മളെല്ലാവരും ആക്ച്വലി സൗത്ത് ഇന്ത്യൻസ് 40 rupees 60 rupeesന് 60 രൂപയ്ക്ക് 40 രൂപയ്ക്കൊക്കെ കിട്ടില്ല മാങ്ങ കിട്ടും. കിട്ടില്ല മാങ്ങാപ്പഴം. പകുതി പഴുത്തത് പകുതി പഴുക്കാത്തത് 2 ദിവസം വിട്ട് കൂടി വെച്ചാൽ അടിപൊളിയാണ്. ഓ മൈ ഗോഡ്, ഇത് എല്ലാം മാവും തോട്ടങ്ങളാണ്. നമ്മൾ ഇതൊക്കെ മണ്ണെണ്ണ അല്ല, അത് പെട്രോൾ വിൽക്കുകയാണ്. ഇവിടെ ഇപ്പോഴും പെട്രോൾ പമ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാലും जय बाबा की कनाल മേള കാണാൻ പോകുന്നു അന്നേള്. അതിക്കുരു മേള കാണാൻ പോകുന്നു അന്നേള്. ഇപ്പോഴും ഉണ്ട് കേട്ടോ ആട് കോഴി മൃഗങ്ങളെല്ലാം ഉണ്ടാവും. മൃഗം പക്ഷികളെല്ലാം ഉണ്ടാവും. ഇവിടെ പണ്ട് കിളികളും കുരുവികളും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. थोड़ा सा आगे चलो ना, आगे नहीं यार റോട്ടിലെല്ലാം തിരക്കാട്ടോ. ഫോൺ അടിക്കാതെ ആരും ഇവിടെ പോയില്ല. അച്ചാർ എല്ലാ അച്ചാറുകളാണ്. മിർച്ച അച്ചാർ. ये वाला क्या है? चांद वाला मिठाई है। चांद वाला मिठाई। ये पहली बार देखा।
सोन पापड़ी तो और रहे सोन पापड़ी नावड़े हमारे इधर भी सोन पापड़ी बोलते हैं सोन पापड़ी अल्लाह मिठाई है मिठाई 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 है भैया ये कौन सा हलवा है ये कौन सा क्या है ആം वाला है ഇത് മാങ്ങയുടെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മാങ്ങ ഇവിടെ ഒരുപാടുണ്ട് ഇത് മാങ്ങ കൊണ്ടുള്ള സാധനമാണ് ഇത് നമ്മളെ ഖജൂറാണ് ഇത് വെളിയിലാണ് ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന മിഠായികളാണ് बहुत अच्छा ഇത് കുമ്പളങ്ങ കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ് क्या बोलते हैं इसको मुरब्बा ബുറപ്പ ഇതെല്ലാം നമ്മൾ കണ്ടതല്ല
ബീഹാർ മ്യൂസിയത്തിൻ്റെ വകയായിട്ട് വെച്ചിരിക്കുന്നതാണ്. എന്ത് രസമാണ് കല്ലിലുണ്ടാക്കുന്നത്. ഒരു കല്ലിലുണ്ടാക്കിയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ? ഹാൻഡ് കൈ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും ഇതാണ്. പെയിൻറ്റിങ് അല്ല അത്. कैसा जीतू? बढ़िया सर। बढ़िया? हाँ हाँ अच्छा टेस्टी व्यवस्था किया। आइए खाइए दही बड़ा, वेरी गुड। मेले का स्पेशल आइटम मिलेगा। स्पेशल आइटम है चनाचूर हलवा हलवा। इതാണ് लिट्टी। अपने लैंग्वेज में बात कर रहा है, अपने भाषा। ये है लिट्टी. ഇതാണ് ലിട്ടി കേട്ടോ. ലിട്ടി ഇങ്ങനെ ഉണ്ടാക്കുക. അതിൻ്റെ മിക്സ് അത് ആ ഗോതമ്പ് മാവിൻ്റെ ഉള്ളിൽ അത് വെച്ചിട്ട് ഉരുട്ടിയിട്ട് കൽക്കരിയിലാണ്. നല്ല ടേസ്റ്റ്. പച്ചമുളകും ഇതിലൂടെ ഒരു ആലുവിൻ്റെ ഒരു ഇതെല്ലാം മറ്റേ പശുവിന് കഴുത്തിലിടുന്നത്. ഇതെല്ലാം ഇതാണ് എന്താ പറയുക, പട്ടിക്കുട്ടിക്ക് നമ്മുടെ ഡോഗീസിനെല്ലാം ഉള്ള ഇതൊക്കെയാണ് കയറുകൾ എല്ലാം. ഇവിടെ എല്ലാം അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഇവിടെ കിട്ടും, ഒരുപാട് കിട്ടും. എല്ലാം പശുവിന് കിട്ടുന്നതെല്ലാം ഐറ്റങ്ങളാണ്. അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം കഴുത്തുകളായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇതെല്ലാം ഇതിനുള്ള തളകൾ വളകളൊക്കെയാണ്. കുതിരയ്ക്കും ഇതിനുള്ളൊക്കെ. കുതിരയുടെ കാലിലുള്ള സാധനമാണ് ഇത്. കുതിരയിൽ അടിക്കുന്ന സാധനമാണ്. അവരത് നെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, അവർ നെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആട്ടുകുട്ടികളെ കണ്ട ഇതെല്ലാം വിൽക്കാൻ കൊണ്ടുവന്നിരിക്കും. പശുമേള പശുമേള. ഇത് കഴുത്തിൽ കെട്ടിയിരിക്കുന്നതാണ്. അതൊക്കെ कितना क्यूट है ना, कितना क्यूट लगता है ना. എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓഹോ 750 കിലോ. കേട്ടോ പറഞ്ഞത് കേട്ടോ. 750 റുപ്യ കിലോ ആയിട്ട് കൊടുക്കുന്നു. വെട്ടാൻ കൊടുക്കുന്നു. മുസ്ലിംസ് അവർ വാങ്ങിച്ചിട്ട് 750 रुपया किलो तूकी जीवनोടെ तूकी वो ऐसे ही है ना. वो मतलब जिंदा ही वो तोड़ के देता है. जैसे मैंने वहाँ देखा था जो काटने के लिए. वहाँ बोले इधर गाय है पीछे. ഇത് നമ്മുടെ കടലയാണ്, വറുത്ത കടല. ഇതിവിടെ ഒരുപാട് കഴിക്കും ആളുകൾ. കടല വർഗ്ഗങ്ങൾ
ഇത് പശുവിൻ്റെ ഇതാണ്, ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഈ ഇതെല്ലാം പശുക്കളാണ്, പശുക്കളെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല രസമായിരിക്കും, എന്ത് രസം നോക്ക്, എന്ത് സുന്ദരമാണ്. അയ്യോ ക്യൂട്ടായിരിക്കുന്നുണ്ട് അല്ലേ. അത്ഭുത സാധനങ്ങൾ കാണുന്നുണ്ട്, കാണാൻ കുതിര സവാരി. വാ, വെരി നൈസ്. പണ്ട് കുതിരയെല്ലാം വിൽക്കാൻ കൊണ്ടുവരായിരുന്നു ഇവിടെ. ഇപ്പോൾ കുതിരയെ കൊണ്ടുവന്നിട്ട് ഇവിടെ എല്ലാവരും കുതിര സവാരിയും അങ്ങനെയൊക്കെ. एक्सपीरियंस है अरे हमनी का तो एक्सपीरियंस है. अरे तभी तो बोल रहे दो भाग जाएगा भैया. എല്ലാം കുതിരകളാട്ടോ, എല്ലാം വിൽക്കാൻ കൊണ്ടുവച്ച് വെച്ചിട്ട് കിട്ടുന്നത്. ഇവിടെ കുതിരകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ പണ്ടൊക്കെ, ഇപ്പോൾ കുറേ കമ്മിയായി. ഒരു ചെറിയ സൈസാണ് അതെല്ലാം. പണ്ടൊക്കെ ഭയങ്കര വലിയ വലിയ സൈസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 10-15 വർഷം മുകളിലായിരുന്നു. ദിസ് ടൈപ്പ് എല്ലാത്തിനും വിൽക്കാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് पैर में बांधा हुआ है, पैर भी बांधा हुआ, देख रहे हो, बांधा हुआ है. ये दिस इज स्पेशल घोड़ा. रोड के साइड में पकड़ो ऐसे दोनों बांध संग मार बांध दी. हां तो के है तो बकावन देखे में लगा ऐसे वही ना पहचानी फोटो ले लेती हूं. वो ले भाई देखो साइड हो. വെള്ളം കുടിപ്പിക്കുക കേട്ടോ അവർ. പാനി പിള്ളേർ കേട്ടോ, വൈറ്റ് വെള്ള കളർ കുതിര. എന്ത് രസമാണ്. എന്താ മോനെ, എന്തൊക്കെയുണ്ടോ വിശേഷം? നല്ല സാധനം കേട്ടോ, നല്ല രസമുണ്ട്. बचपन याद आ गया, बचपन याद आ गया.